കഥ സഖി ഭാഗം 5-6. ദേവൻ ശരിക്കും ഞെട്ടിപ്പോയി. നെച്ചുവിനെ അവിടെ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്നതാണ് സത്യം. ജോ വായ പൊത്തി ചിരി അടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഗതി ഇതാണല്ലോ. ജോ ഗായുവിന്റെ ചെവിയിൽ അടക്കം പറഞ്ഞു. ഞങ്ങൾ നിനക്കൊരു സർപ്രൈസ് തരാൻ ആയിട്ട് നന്ദൻ നിന്ന് വിക്കി. വാ നച്ചു, ഇത് ആമി. എനിക്കും ദേവനും ജോയ്ക്കും പുതിയൊരു അനിയത്തി കുട്ടിയെ കിട്ടി. ഗായു വേഗം മുന്നോട്ട് വന്നു പറഞ്ഞു. അവസരത്തിനൊത്ത് ഗായു പ്രവർത്തിച്ചു. ചുണ്ടു ചുളുക്കി മുഖം വീർപ്പിച്ചു നിന്ന ആളുടെ മുഖം തെല്ലഴിഞ്ഞു. നച്ചു ചുറ്റും നോക്കി. അവള് മുൻപ് അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ആമിയെ പരിചയപ്പെടാൻ പറ്റിയില്ല. നച്ചു പതിയെ പൂമുഖത്തേക്ക് കയറി. ദേവന്റെ മുഖവും തെളിഞ്ഞു. ആരോടും പറയുന്നില്ല എങ്കിലും നെച്ചു അന്ന് കരഞ്ഞു ഫോൺ വെച്ചതിന് പിന്നെ അത് വല്ലാത്തൊരു നോവായിരുന്നു. ചൊടികളിൽ വിടർന്ന ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവനും പിന്നാലെ പോയി. ദേവാ, പിറകിൽ നിന്നും ഗായു വിളിച്ചു. എന്തേ? വല്ലാത്ത ഉത്സാഹത്തോടെ ദേവൻ വിളിക്കേട്ടു. ദേവാ, പ്രണയബന്ധത്തിൽ ആദ്യം വേണ്ടത് വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസം വരണമെങ്കിൽ ആണൊരുത്തന്റെ ഉറപ്പ് വേണം. അവളുടെ സിന്ദൂരത്തിന്റെ അവകാശി താനാണ് എന്ന ഉറപ്പ്. നെച്ചു ഇവിടെ നിന്ന് പോകുമ്പോ അവളുടെ മനസ്സിൽ അവൾ ദേവന്റെ പെണ്ണാണ് എന്ന വിശ്വാസം വേണം. ദേവന്റെ കയ്യിലേക്ക് കൈ ചേർത്ത് വെച്ചു. അവന്റെ തോളോട് ചേർന്ന് നിന്നാണ് ഗായു പറഞ്ഞത്. ദേവൻ അവളുടെ തലയിൽ വാത്സല്യത്തോടെ ഒന്ന് തട്ടി. എന്റെ ഗായു അങ്ങനെയാണ്, പറയേണ്ട സമയത്ത് പറയാൻ അവൾക്കറിയാം. അതിനുള്ള പക്വത അവൾക്കുണ്ട്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ നെച്ചു കാണുന്നത് മുട്ടിയുരുമി വരുന്ന ഗായുവിനെ ദേവനെയാണ്. ആ മുഖം പിന്നെയും ഉരുണ്ടു. ആ അഞ്ജലി പൊക്കത്തിൽ മുഴുവൻ പോസിറ്റീവ്നെസ് ആണ് ഗായു. പിന്നെ കുശുമ്പും പറഞ്ഞും കൊണ്ട് ദേവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അല്ലടാ, അത് മുഴുവൻ എന്നോടുള്ള സ്നേഹ കൂടുതലാണ്. ഗായു അത് തിരുത്തി. ചിരിയോടെ അവർ അകത്തേക്ക് നടന്നു. ഇടയ്ക്ക് നോക്കി ദഹിപ്പിക്കാൻ പാകത്തിലുള്ള നോട്ടങ്ങൾ ദേവനെ തേടിയെത്തുന്നത് ചെറുപുഞ്ചിരിയോടെ ദേവൻ നോക്കിക്കണ്ടു. അപ്പോഴേക്കും ശോഭേച്ചി എല്ലാവർക്കുമായി കാപ്പി എടുത്തു. നല്ല മൊരിഞ്ഞ ഏത്തക്കപ്പവും കൊഴുക്കട്ടയും ഉണ്ടായിരുന്നു സ്പെഷ്യലായി. വാരി വലിച്ചു എന്തും കഴിക്കുന്ന നെച്ചുവാണ് ചുമ്മാ ഏത്തക്കപ്പത്തിന്റെ ഭംഗി തിരിച്ചും മറിച്ചും നോക്കിയിരിക്കുന്നത്. ജോ ആണെങ്കിൽ പുട്ടിന് പീരിയിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ആമി പുരാണമാണ്. ആമി ഉണ്ടാക്കുന്ന കാപ്പി ദേവന് വലിയ ഇഷ്ടമാണ്. ആമിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയാണെന്ന് കുറച്ചു മുന്നേ ദേവൻ പറഞ്ഞേ ഉള്ളൂ എന്നിങ്ങനെ വർണ്ണിച്ചും കൊണ്ടേയിരിക്കുന്നു. നെച്ചു ആണെങ്കിൽ കരഞ്ഞു പോകാതെ ഇരിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത്. ദേവൻ പതിയെ എണീറ്റ് ചെന്ന് നെച്ചുവിന്റെ കയ്യിൽ പിടിച്ചു എണീപ്പിച്ചു. വാ എന്റെ കൂടെ. കയ്യിലെ പിടുത്തം വിടിവിക്കാൻ കുതിർന്നവളെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി. അതോടെ നിറഞ്ഞ കണ്ണോടെ അവൾ പിന്നാലെ ചെന്നു. എടാ, ഞങ്ങൾ വരണോ? സ്റ്റെപ്പ് കയറി പോകുന്നവരെ നോക്കി ജോ വിളിച്ചു ചോദിച്ചു. മുകളിലേക്ക് എങ്ങാനും വന്ന കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഒടിക്കും, ഗൗരവത്തോടെ പറഞ്ഞിട്ട് പോകുന്നവരെ നോക്കി ജോ ഗോഷ്ടി കാണിച്ചു. ആഹാ, അവൻ അത്രക്കായോ? ആ ക്ഷീണം മാറ്റാൻ 2 കോഴിക്കോട്ടെ കൂടെ വെച്ച ആമി. ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ട് ജോ പറഞ്ഞു. ദേവന്റെ ബെഡ്റൂമിൽ ചെന്നിട്ടാണ് അവൻ നെച്ചുവിന്റെ കയ്യിലെ പിടിവിട്ടത്. ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അവൻ അവളെ എടുത്തുയർത്തി ടേബിളിന്റെ മുകളിൽ ഇരുത്തി. എന്നിട്ട് 2 കൈയും അവളുടെ ഇരുവശത്തുമായി കുത്തി അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി. നെച്ചു, എന്താ നിന്റെ പ്രശ്നം? അത്രയും ആർദ്രമായിരുന്നു അവന്റെ ശബ്ദം. ചെറുചിരിയോടെ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കുന്ന അവരെ നോക്കി കാണുകയായിരുന്നു അവൾ. റൂമിലേക്ക് ചെന്നാൽ പിടിച്ച് പുറത്താക്കുന്ന, എന്തെങ്കിലും സാധനങ്ങൾ തൊട്ടാൽ അലറി വിളിച്ച് ചീത്ത പറയുന്ന, എപ്പോ കണ്ടാലും കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കുന്ന, എപ്പോഴും വഴക്കിടുന്ന ദേവേട്ടനെ മാത്രമേ അവൾക്ക് പരിചയമുള്ളൂ. എന്താടി മീച്ചു നോക്കുന്ന ഉണ്ടക്കണ്ണി? ദേവൻ അവളുടെ കവിളിൽ പെട്ടെന്ന് ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. ഞെട്ടിപ്പോയിരുന്നു നെച്ചു. ഇന്ന് വരെ 1000 വട്ടം ഇഷ്ടാന്ന് പറഞ്ഞ് നെച്ചു പുറകെ നടന്നിട്ടും ഇഷ്ടത്തോടെ ഒരു നോട്ടം പോലും കിട്ടിയിട്ടില്ല. പ്രണയത്തോടെ എന്തോ അലർജിയുള്ള ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയായ ദേവേട്ടനെ കരുതിയിട്ടുള്ളൂ. നെച്ചു, വേദനിപ്പിച്ചതും കരയിപ്പിച്ചതും എല്ലാം നീ പിന്നെയും എന്നോട് തല്ലുകൂടാൻ വരാൻ വേണ്ടിയാണ്. നിന്റെ കുറുമ്പുകൾ കാണാൻ കൂടി വേണ്ടിയാണ്. പിന്നെയും പിന്നെയും വാശി പിടിപ്പിക്കുന്ന എപ്പോഴും എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയാണ്. എൻ്റെ സ്വന്തം ആയോണ്ടാണ്. ഒരു നിശ്വാസത്തിനപ്പുറം വെയിലേക്ക് മാത്രം വീഴുന്നി പറയുന്നവനെ അന്തം വിട്ട് നോക്കിയിരിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അവളുടെ ആ ഇരിപ്പ് കണ്ട് അവന് പെട്ടെന്ന് കുസൃതി തോന്നി. അന്തം വിട്ടിരിക്കുന്ന നെച്ചുവിന്റെ കഴുത്തിലേക്ക് അവൻ മുഖം പൊയ്ത്തി. കഴുത്തിന്റെ ഇരുവശങ്ങളുമായി അവൻ അമർത്തി ചുംബിച്ചു. ശ്വാസം എടുക്കാൻ പോലും മറന്ന് നെച്ചു
തറഞ്ഞ് ഇരുന്നു പോയി. ശരീരത്തിന് ഭാരമില്ലാതെ തളർന്നു പോകുന്നത് അവൾ അറിഞ്ഞു. ഇങ്ങനെ ആകെ മൊത്തം കിളിപോയി ഇരിക്കല്ലേ പെണ്ണെ. എനിക്കെന്റെ പഴയ നെച്ചുവിനെയാണ് ഇഷ്ടം. എപ്പോഴും വായ അടച്ചു വെക്കാത്ത അരവട്ട് നെച്ചുവിന്. അത് പറഞ്ഞുകൊണ്ട് മീശയുടെ തുമ്പൊന്ന് പിരിച്ചു കള്ളച്ചിരിയോടെ വാതിൽ തുറന്നു അവൻ പുറത്തേക്ക് പോയി. നെച്ചുവിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. ദേവേട്ടനെ എന്നെ ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു, എന്നിട്ട് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. നെച്ചു പതിയെ എഴുന്നേറ്റ് താഴേക്ക് നടന്നു. ആമിയും ദേവനും നല്ല ചേർച്ചണ്ടല്ലേ ഗായു? നെച്ചുവിനെ കണ്ടതും ജോ പിന്നെയും തുടങ്ങി. നെച്ചു ധൃതിയിൽ ഇറങ്ങി വന്ന് ജോയെ കെട്ടിപ്പിടിച്ചു കവിളിൽ അമർത്തി ചുംബിച്ചു. ഇത്തവണ ഞെട്ടിപ്പോയി ജോ തന്നെയാണ്. അവന്റെ സകലമാന കിളികളും ഒന്നിച്ചു നാടുവിട്ടു. ഒരു കൈകൊണ്ട് കവിൾ പൊത്തി അവൻ എല്ലാവരെയും മാറി മാറി നോക്കി. വാ ആമി, വിശേഷങ്ങൾ ചോദിക്കട്ടെ. നെച്ചു ഓടിപ്പോയി ആമിയുടെ കൈ പിടിച്ചു വലിച്ചു തള്ളിച്ചുകൊണ്ട് ആമിയെയും കൊണ്ട് പൂമുഖത്തേക്ക് പോയി. വട്ടയട എല്ലാ പിരിയും പോയി, ഫുൾ ഗോൺ കേസ്, ജോ എല്ലാവരോടുമായി പറഞ്ഞു. ദേവൻ മാത്രം ചിരി അടക്കാൻ പാടുപെട്ടു. ഈ പെണ്ണ് പിന്നെ രാത്രി വരെ മേളമായിരുന്നു. അപ്പച്ചിയോട് മാത്രം പറഞ്ഞു, അമ്മാവരോട് കള്ളം പറഞ്ഞതാണ്. ആ പ്രോപ്പർട്ടി ഇവിടെ എത്തിച്ചിരിക്കുന്നത് രാവിലെ തന്നെ കൊണ്ടുവിടണം, നന്ദനും മടങ്ങണം. അതുകൊണ്ട് തന്നെ അന്ന് ഫുൾ ആഘോഷമായിരുന്നു. എല്ലാ ബഹളങ്ങളുടെ ഇടയിലും നെച്ചുവിലേക്ക് എത്തുന്ന നന്ദന്റെ നോട്ടങ്ങളെ നേരിടാൻ ആവാതെ അവൾ മുഖം കുനിച്ചു. ഒരൊറ്റ കിസ്സിലൂടെ ജോ വായടച്ചു വെച്ചു. നെച്ചുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ ആളിപ്പോ ഒന്നും പറയാനില്ല. രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ തയ്യാറായി. നെച്ചു ഗായുവിന്റെ കൂടെയാണ് കിടക്കുന്നത്. അപ്പോഴാണ് ദേവൻ റൂമിലേക്ക് വന്നു. നെച്ചു കിടക്കുന്നതിന് മുമ്പ് എന്റെ റൂമിലേക്ക് ഒന്ന് വാ, ഒരു കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞ് ഉടൻ തന്നെ അവൻ പോയി. എന്തിനാ ഇപ്പോ എന്നെ വിളിക്കുന്നേ? നെച്ചുവിനെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി. ചെല്ല്, എന്തെങ്കിലും പറയാൻ ആവും, പെട്ടെന്ന് പോരെ. ഗായു വേഗം സമാധാനിപ്പിച്ചു. എന്തിനാ വിളിച്ചേ? വാദിക്കുമെന്ന് ചോദിക്കുന്നവളെ രണ്ട് കൈയും മാറിൽ കെട്ടി അവൻ നോക്കി നിന്നു. ഇവിടെ വാ. ശാന്തനായാണ് അവൻ വിളിച്ചത്. വേണ്ട വേണ്ട, ഇവിടെ നിന്നോളാം. നിനക്ക് എപ്പോ തൊട്ട് ആടി വിക്ക് തുടങ്ങിയത്? വാടി ഇവിടെ. ദേവൻ ഒച്ച വെച്ച് എടുത്തതും പെട്ടെന്ന് അവൾ റൂമിലേക്ക് കടന്നു. ഇരിക്ക്, ബെഡിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ വേഗം അവിടെ ഇരുന്നു. അവളുടെ മടിയിലേക്ക് തലവെച്ച് ദേവൻ മലർന്നു കിടന്നു. എന്നിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. നെച്ചു, ചെമ്പകശ്ശേരിയേക്കാൾ എനിക്കിഷ്ടം ഇവിടെയാണ്. ഗായുവിന്റെ കല്യാണം ഇവിടെ വെച്ച് നടത്തണമെന്നാണ് എനിക്ക്. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം നമ്മുടേത്. അമ്മാവനും അച്ഛനും ഒന്നും സമ്മതിച്ചില്ല. എങ്കിലും നീ വരില്ലേ എന്റെ കൂടെ പൂമംഗലത്ത് ജീവിക്കാൻ, ഈ ദേവനാരായണന്റെ പെണ്ണായി? എല്ലാത്തിനും മറുപടിയായി അവൾ മൂളി. പിന്നെ നാണിക്കുമ്പോ എന്റെ നെച്ചു കുറച്ചുകൂടെ സുന്ദരിയാണ്. രാവിലെ ജോക്ക് കൊടുത്തത് ഇപ്പോൾ എനിക്ക് തന്നാൽ കുറച്ചുകൂടെ ഫീൽ കിട്ടും. അവന് അതിന്റെ ഫീൽ കിട്ടാൻ വഴിയില്ല. താഴേക്ക് മിഴികൾ താഴുന്നതും കവിളുകൾ ചുവന്നു തുടിക്കുന്നതും ദേവൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ പോവാ, ഉറക്കം വരുന്നുണ്ട്. അവള് വേഗം പോകാൻ എഴുന്നേറ്റ്. നെച്ചു, ഇന്നിവിടെ കിടക്കുന്നു എന്റെ കൂടെ, ചുമ്മാ കെട്ടിപ്പിടിച്ചു കിടക്കാം. ദേവന്റെ ചുണ്ടിൽ കുസൃതി ചിരി വിടർന്നു. പിടച്ചിലൂടെ നെച്ചു മെഴിയുയർത്തി. ദേവൻ എണീറ്റ് അവളുടെ മുഖം കയ്യിലെടുത്തു നെറുകയിൽ ചുംബിച്ചു. പൊയ്ക്കോ, വെറുതെ പറഞ്ഞതാ. അനുവാദം കിട്ടിയതും അവൾ ഓടിപ്പോയി. രാവിലെ നേരത്തെ തന്നെ നെച്ചുവും നന്ദനും മടങ്ങിപ്പോയി. അവര് പോയതിന്റെ സങ്കടമായിരുന്നു എല്ലാവരിലും അന്നത്തെ ദിവസം മുഴുവൻ. ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് മുറ്റത്തേക്കൊരു ബെൻസ് വന്നു നിന്നത്. മൂവരും ആകാംക്ഷയോടെ നോക്കി. അപ്പോഴാണ് ദേവന് ഓർമ്മ വന്നത്. ഗായുവിനെ തേടി വീട്ടിൽ, ഓഫീസിൽ, എല്ലായിടത്തും ചെന്നു എന്ന് നന്ദൻ പറയുന്ന റോൾസ് റോയ്സ്. അതിൽ നിന്നും അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാൾ, ഒരു ചെറുപ്പക്കാരനും ഇറങ്ങി. കണ്ടാലേ അറിയാം പ്രതാപികളാണെന്ന്. നന്ദൻ പറഞ്ഞത് ശരിയാണ്. അനന്തനും ഇവർക്ക് രാവും പകലും തമ്മിൽ ഉള്ള വ്യത്യാസമുണ്ട്. സൂര്യനാരായണൻ മാടിയേക്കൽ മഠം മംഗലാപുരത്തു നിന്നും ആണ്. പ്രായം ചെന്ന മനുഷ്യൻ മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്തി. ദേവനാരായണൻ ദേവൻ കൈനീട്ടി ഷേക്കാൻ കൊടുത്തു. ശന്തനു ഉടനെ കൂടെ വന്ന ചെറുപ്പക്കാരനും ഷേക്കാൻ നൽകിക്കൊണ്ട് പറഞ്ഞു, കേറിയിരിക്കൂ. ദേവൻ അവരെ ക്ഷണിച്ചു. മുഖവരയില്ലാതെ പറയാം, ഞാൻ ഗായത്രിയുടെ അമ്മാവനാണ്. സാവിത്രിക്കുട്ടി എന്റെ പെങ്ങളാണ്. തുടരും കഥയുടെ അടുത്ത ഭാഗം.